ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നെറ്റിത്തടത്തിൽ ചാരം പൂശി നാം തുടങ്ങിയ നോമ്പുകാലത്തിൻ്റെ ദിനങ്ങൾ അവസാനിക്കാറായി. നാം വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഓരോ ദുഃഖവെള്ളി കടന്നു വരുമ്പോഴും നമുക്ക് ഒരു ഉറപ്പുണ്ട്, മൂന്നാം നാൾ ഒരു ഉയർപ്പ് ഞായറുണ്ടെന്ന്. നമ്മുടെ വിശ്വാസത്തിലൂടെ കൈമാറിക്കിട്ടിയ പ്രതീക്ഷയാണ്, ഉറപ്പാണത്. എന്നാൽ ഈ പ്രതീക്ഷയും ഉറപ്പും ഇല്ലാതിരുന്നവരാണ് ക്രിസ്തുവിൻ്റെ മരണത്തെ നേരിൽ കണ്ട ശിഷ്യന്മാർ. എന്നാൽ ക്രിസ്തു അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി അവർക്ക് പ്രതീക്ഷ നൽകുന്നു. പിന്നീട് ആ പ്രതീക്ഷയിൽ പ്രകാശിതരായി ജീവിക്കുന്നതാണ് നാം കാണുന്നത്. എന്നാൽ നാം പലപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി ജീവിക്കാറുണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. പൗലോസ്ലീഹ പറയുന്നത് പോലെ, ക്രിസ്തു മരിച്ചതുകൊണ്ടല്ല, ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നമുക്ക് വിശ്വാസമുണ്ടായത്. അതാണ് നമ്മുടെ പ്രതീക്ഷ, അതാണ് നമ്മുടെ ഉയർപ്പ്. ഓരോ സന്ധ്യയിലും ഇരുൾ മൂടുമ്പോൾ നാളെ ഒരു പുലരി ഉണ്ടാകുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എത്ര കാർമേഘം മൂടിയാലും എല്ലാം പെയ്തൊഴിഞ്ഞ് ഒരിക്കൽ വാനം തെളിയുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെയെങ്കിൽ ജീവിതത്തിലും നമുക്ക് പ്രതീക്ഷയുള്ളവരാകാം. ആയുസ്സുള്ളിടത്തോളം കാലം ഇനിയും നാം നോമ്പുകാലത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഓരോ നോമ്പുകാലവും നമ്മെ കൂടുതൽ പ്രതീക്ഷയുള്ളവരും പ്രകാശമുള്ളവരും പ്രതീക്ഷയും പ്രത്യാശയും ഉള്ളവരുമാക്കി മാറ്റണം. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രതീക്ഷ നൽകുന്നവരായി നമുക്ക് ജീവിക്കാം.